ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലക്സ് ക്ലബ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വൈകിട്ടായിരുന്നു ഞാൻ ഗെയിം മോഡാണ്. നിങ്ങൾക്കറിയാം ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അയൻകുളത്തിന്റെ വെളിയിലോട്ട് പോകാൻ. അത് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ എന്റെ അയൺ ഫോമിൽ കുറച്ചു നേരം AFK വന്നു, ബാക്കി കുറച്ചു നേരം എനിക്ക് വേറെ ഒരു ഗെയിം കളിക്കാൻ. എല്ലാരും കൂടെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അവനെ വിളിച്ച പോയത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കുറച്ചു നേരം AFK നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ആ കുറച്ചു നേരം കൊണ്ട് തന്നെ കുറെ 12 കണ്ടാ ഇരിക്കുന്നത് കണ്ടാ എത്ര എണ്ണം ഞാൻ കണ്ടുപിടിച്ചു. ഉറങ്ങി വൈകുന്നേരം പെട്ടെന്ന് രാത്രിയായി. നിങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, എന്റെ വീട് കൊണ്ട് പറ്റിയത്. അതെ ഗൈസ്, ഞാൻ എന്റെ വീടിനെ കൊലം ചില അത്യാവശ്യപ്പെട്ട വീടിനെ ഇങ്ങനെ ആക്കിയിട്ട് വീട്ടിൽ തീ പിടിച്ചു. കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി വെച്ചു, വീടിന് തീ പിടിച്ചു. അങ്ങനെ ഞാൻ അതിനെ പോകുമ്പോൾ ദൂരെ പോയി. സാരമില്ല, അപ്പത്തേക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഭാഗ്യം നോക്കട്ടെ. അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് നട്ടോ വെള്ളക്കോഴി. പിന്നെ ഞാൻ തട്ടൂടാ. എന്ത് പറ്റിയാൻ കേട്ടോ മൈൻക്രാഫ്റ്റിന് എന്നെ ഞാൻ അയൺകോളത്തിന് എത്ര അടിച്ചാലും അയൺകോളം എന്നെ തിരിച്ചടിക്കുന്നില്ല. കാരണം എന്ത്? എവനെ കൂടെ ഒന്ന് അടിച്ചു വെച്ചോട്ടെ. ചില ഈ പ്ലാറ്റ്ഫോമിന്റെ മണ്ടയിലൊക്കെ സ്പോണാണ്. എനിക്ക് തോന്നുന്ന ഇവിടെയൊക്കെ പാത്ത് ബ്ലോക്ക് ആക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു 3 അയൺകോളത്തിനെങ്കിലും കൊന്നാലേ ഈ അയൺ ബ്ലോക്ക് ഒരെണ്ണം ഒപ്പിക്കാൻ പറ്റും. ഓ എന്താ ഇവിടെ നിൽക്കണം, അതുകൊണ്ട് തന്നെ സ്പോണാണല്ലോ. കഥ ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ അയൺ ഫാർം നന്നായിട്ട് തന്നെ വർക്കാവും. നമുക്ക് ഇന്നത്തെ വീഡിയോന്റെ ഐശ്വര്യം നോക്കിത്തരാം. ഇന്നത്തെ വീഡിയോക്ക് ഒട്ടും ഐശ്വര്യമില്ല. ഇവിടെ എനിക്ക് കയറട്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ല എസ്റ്റേറ്റിംഗ് ആയിരുന്നു. തീ കത്തിക്കുന്ന മാങ്ങ കിട്ടിയില്ല. തീ കത്തിക്കുന്ന സാധനം എവിടെ കൊണ്ട് കിട്ടിയല്ലോ, ഞാനത് എവിടെ കൊണ്ട് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ കൊല്ലുവല്ലോ എല്ലാത്തിനും. അവനെ എടുത്തിട്ട് അവൻ തിരിച്ചൊന്നും അടിക്കുന്നില്ല. എന്തൊന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എന്താ ട്രാഫിക് വെച്ച് 2 ബ്ലോക്ക് ക്രാഫ്റ്റ് സ്ഥലമില്ല. രണ്ടെണ്ണം ഉണ്ടാക്കി
രണ്ടുപേരും എവിടെ പോകണം സ്റ്റോൺ സാധനത്തിന് സ്റ്റോൺ നല്ലല്ലോ മറ്റേ സ്ലിപ്പ് കഴിയുന്ന ഒരാളുണ്ടല്ലോ ആ വില്ലേജ് ഉണ്ടാക്കിയിട്ട് ആ വില്ലേജറിന്റെ ഈ കിട്ടുന്ന അയണെല്ലാം കൊണ്ട് കൊടുത്താൽ ആ വില്ലേജർ നമുക്ക് ആ വില്ലേജർ നമുക്ക് ഇത് തരും എമറൽഡ് വരും 99 ഇപ്പൊ 2 സ്റ്റാക്കിന് മേളിൽ എനിക്ക് കിട്ടും രണ്ടായിരം ബ്ലോക്കിന്റെ എടുത്ത് കളയുന്ന എന്റെ ഒരു ക്രോസ് ഉണ്ടാക്കാന്ന് പറയുവാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തീ എത്തിക്കുന്ന സാധനം അതിനകത്ത് ഒരു കാര്യം മാറ്റമില്ല നിങ്ങൾ താഴ്ത്തൊന്ന് ഉറങ്ങാൻ നോക്കും പത്ത് കോപ്പി കിട്ടി കോപ്പി എന്ന് പറയുമ്പോ എനിക്ക് മറ്റേ കോപ്പിയാണ് ഓർമ്മ കോപ്പി പ്ലേ ടൈമിന്റെ കോപ്പിയാണ് ഓർമ്മ സാധനം കിട്ടിക്ക ഇതിവിടെ വെക്കാം പൊട്ടാറ്റോയ ഞാൻ ഞം 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 ഞമ്മ മൈ ഞം 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 ആർക്കും അറിഞ്ഞൂടാ എന്റെ ഞം 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 പഠിക്കാത്തോട് കുത്തിക്കേറ്റ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ ബേസ് പൊട്ടിച്ചപ്പോ എനിക്ക് ഒരു സ്റ്റാക്ക് 2 സ്റ്റാക്ക് വന്നാൽ പറ്റി പൊട്ടിട്ട് അതിനൊക്കെ പൊട്ടി പെട്ടിക്കകത്ത് എത്തിച്ച് ഇത്ര അയണിങ് കെറ്റിന്റെ കയ്യിൽ പോകും സ്പൈ ക്ലാസ്സസ് ഒക്കെ സാധനം ഉണ്ടാക്കാം ബസൂക്ക എനിക്കിപ്പോ ഉണ്ടാകണം ബസൂക്ക ഉണ്ടാക്കണം ഡാൻസിൽ ഉണ്ടാക്കണം നിങ്ങളൊക്കെ ലീസ് ചെയ്യണം ഇന്നത്തെ വീഡിയോന്റെ ഭാഗ്യം ഒരിക്കൽ കൂടെ പരീക്ഷിക്കാൻ എനിക്ക് ചാൻസ് ഉണ്ട് പ്ലീസ് ഒന്നും കൂടെ പരീക്ഷിക്കാം അല്ലേ പറഞ്ഞു ഇന്നത്തെ വീഡിയോക്ക് ഒട്ടും നിനക്കെന്തടാ ഇത് തന്ന സോറി ഞാൻ ഓർമ്മ ഇതൊക്കെ എപ്പോഴാണല്ലോ ഈ സ്റ്റോൺ എല്ലാം പൊട്ടാണെങ്കിൽ പിന്നെ ഞാൻ എവറേറ്റ് പൊട്ടാണെങ്കിൽ പിന്നെ ഞാൻ ഇത് അയൺ വെക്കൊണ്ടടാ ഷിയർ
ഇതായിരുന്നു എനിക്ക് വേണ്ടത്. അതുപോലെ ട്രിപ്പ് ഫയറും കൂടെ എനിക്ക് വേണം. സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ സ്റ്റിക്ക് രണ്ടെണ്ണം അത് വെപ്പൺസിലോട്ട് പോയിട്ട് ക്രോസ്ബോ കാരണം സ്റ്റിക്ക് സിമ്പിളല്ലേ. വെപ്പൺസിൽ കയറുമ്പോ ഇവിടെ ഇരിക്കുന്നു ക്രോസ്ബോ. ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ എന്റെ ഷെയർസ് ഉണ്ട്. എനിക്ക് ഞാൻ മരത്തിനെ വെട്ടണം. മരത്തിന്റെ ലീവ്സ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ അവിടത്തെ ഹോട്ട് എയർ ബലൂണിന് മാറ്റും. അവിടെ ഹോട്ട് എയർ ബലൂൺ കാണില്ല. സമാധാനം ഉറപ്പ്. അയ്യോ താഴെ പോയി. ഞാൻ എങ്ങനെ താഴെ പോയത്? നമുക്ക് ഇത് എന്ന് വെച്ച് ബോൺമീലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ഇതൊന്ന് വെട്ടിക്കോട്ടെ. നല്ല സ്പീഡായിരുന്നല്ലോ, എഫിഷ്യൻസി പോലെ ആയിരുന്നല്ലോ വർക്കായി കൊണ്ടിരുന്ന എത്ര നേരം. പറ്റി എനിക്ക് ഒരുപാട് ഇത് കിട്ടും. അവിടെ അടുത്ത ദിവസത്തെ എന്റെ ഐശ്വര്യം നോക്കാനുള്ള സാധനം കിട്ടും. ഓക്കെ ഗായ്സ്, അപ്പൊ പരിപാടി എവിടെ കിട്ടിയല്ലോ. ഫ്ലിന്റ് I want to flint and steel flint and steel ഉണ്ടാക്കും. അതിന് ശേഷം സ്ലാബ് കുറച്ചെടുക്കുന്നു. എടുത്ത സ്ലാബ് ഇങ്ങോട്ട് വാ. ഇവിടെ വാ. നമുക്ക് ഇവിടെ എല്ലാം സ്ലാബ് വയ്ക്കാൻ തുടങ്ങാം. ഇവിടെ ഒന്നും ഇനി ഒറ്റയം കോളസ് പോണാവാൻ പാടില്ല. അത് എനിക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാ അയൺ കോളത്തിനും ഇട്ടാണോ എന്തായാലും നോക്കുന്നത്. അവന്മാരിനി പാത്തുള്ളവരങ്ങനെ സ്പോണാവോ? അതാണ് എന്റെ പേര്. ഞാൻ എന്ത് പൊട്ടനാണ്. അവിടെ വയ്ക്കാനുള്ളതിന് ഉണ്ട്, അവിടെ വെച്ചിരിക്കും. ഇവിടെ ഈ സ്ലാബ് വെച്ച് അതിനെ നിറയ്ക്കാം. ഇവിടെ നീ ഒന്നും സ്പോണാക്കാൻ പാടില്ല. അത് ഈ വേണ്ടുന്ന നിയമമാണ്. സ്പോണാവുന്നെങ്കിൽ വാ. അയൻകോളം ഫാർമിലെ സ്പോണാവാവൂ. ഒരിക്കലും ഒരു മനുഷ്യന്റെ വീടിന്റെ ഫാമിന്റെ പുറത്ത് സ്പോണാകരുത്. അതൊരു നിർബന്ധമായി നിങ്ങൾ കാണുക. ഞാൻ ഇപ്പുറത്തെ സൈഡിലെല്ലാം വെച്ച് തീർക്കുക. അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇനി എന്തിരിക്കും? ആ വുഡിന്റെ സ്ലാബ് ഇരിക്കില്ല, അത് കൊണ്ടിരിക്കുക അല്ലേ. ഞാൻ കോബിൾ സ്റ്റോണിന്റെ സ്ലാബ് വെച്ചത് കൊണ്ട് ഇവിടെ ഇന്ന് സ്പോൺ പ്രൂഫ് ആണ്. അവിടെ നിന്നെങ്കിലും സ്ലാബ് വുഡിന്റെ സ്ലാബ് 24 ഇതൊക്കെ തന്നെ മതിയാവും. അവിടെ എല്ലാം വെച്ച് എന്താ എന്റെ ഇപ്രാവശ്യം ഒരു സ്ലാബ് കൂട്ടിയും കൂടെ വെച്ചിട്ട് സോറി What's up villagers?
ഗൈസ്. നിങ്ങളൊക്കെ കൊടുക്കുക അടുത്തൊരു വില്ലേജ് അപ്പൊ ഞാൻ ഒരു സ്പോൺ ആവുന്നെങ്കിൽ ഇവന്റെ അടിയിൽ സ്പോണായി തട്ടി നിന്നെയൊക്കെ എടുക്കാം. ഇങ്ങോട്ട് പോകണം. മാമനെ അറിഞ്ഞാ ഇവിടെ വലിയൊരു പൊട്ടിത്തെറികളൊന്ന് രാത്രി കിടന്ന് ഇറങ്ങിയാ പോലെ. കാരണം ഇവിടെ പൊട്ടിത്തെറി തയ്ക്കുക ആർപ്പോ ഏ ഏ ഏ ഏ ഏ ഷേ വേ മേ 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 ഈ പാത്ത് വരെ മര്യാദയ്ക്ക് വെക്കണം എല്ലാം കേട്ടില്ല. കുറച്ചു പേര് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ ഈ ട്രാപ്പ് ഡോർ വെക്കണ്ട. ട്രാപ്പ് ഡോർ ഒക്കെ വാങ്ങിച്ചു ഡീസ്പോണായി പോണെങ്കിൽ പോട്ടെ. ഇവിടെ എങ്ങനെ കൊള്ളുമ്പോ സ്പോണായോ? ഇല്ല. അപ്പൊ ഫാമിന്റെ അകത്തെ സ്പോണാവൂ. കൊണ്ടുവന്ന് വെള്ളത്തിന്റെ അടിയിൽ ഞാൻ സ്പോണാക്കി വെക്കും. അതും പറയാൻ പറ്റൂല. പുസ്തന്മാരാണ് പുസ്തന്മാർ. ആ സ്പോണാക്കട അങ്ങോട്ട് കെട്ടിയിരുന്നോ. മാസത്തിലുള്ള പരിപൂർണതായ അവനെ കൂടെ ഒന്ന് തട്ടിയിട്ട് കുറച്ചും കൂടെ സ്ലാബ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഇവിടെ എല്ലാം വെച്ചൊന്ന് അടയ്ക്കണം. ഇല്ലെങ്കിൽ അവനൊരു ഫാർമിന്റെ അകത്ത് പോണാവൂല. ഇവിടെ പോണം എനിക്ക് തോന്നാം. ആപ്പിള് കാരറ്റ് അപ്പൊ അവന്മാര് ഈ റേഡിയസിൽ സ്പോൺ ആവും. മണ്ടത്തരം കാരണം ഞാനല്ലാടാ ഇപ്പൊ പണിപാല. അയ്യോ പറഞ്ഞത് നടക്കുന്നത് ഇപ്പൊ പുഷ്പന്മാർ അത്രയും ദൂരൊന്ന് തുഴഞ്ഞു കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവന്മാര് കൊണ്ടുവന്ന് എന്റെ ഫാർമിൽ എന്റെ വീട്ടിൽ സ്പോണാക്കി. ഇവിടെ ഇതൊന്നും നടക്കൂല. മര്യാദക്ക് എടുത്തോണ്ട് പൊയ്ക്കോളണം. നിന്റെ കാര്യം കോളാക്കണം. ആർന്ന് പറയാനല്ല, ഞാൻ ഇവിടെ വയ്ക്കരുതെന്നാണ് പറഞ്ഞത്. ഹലോ വില്ലേജേഴ്സ്, നടിക്കാതെ നിനക്ക് വല്ലതും പറ്റൂ. അങ്ങനെ വല്ലതും നടക്കൂ. വരെ 500 ഒന്ന് സ്പോണാക്കിയാണ് മക്കള്. മറ്റു മക്കളെ കണ്ടുപിടിച്ച അവന്മാര് സ്ലാബിന്റെ മണ്ടയില് സ്പോണാവൂ. എടാ ഞാൻ ഇനിയിപ്പോ ഈ വെള്ളത്തിൽ സ്പോണാവുന്നത് ഞാൻ ചെയ്യേ? എനിക്കിവിടെ അങ്ങനെ ലൈറ്റ് ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഞാനൊക്കെ ഈ ജീവിതകാലം ഭക്ഷണമല്ലോ ഞാനെന്നാ വെള്ളത്തിൽ ഇറങ്ങി തന്നെ കൊള്ളു അല്ലേ? అందరు రావడం ലവ് ഞാൻ എന്റെ പട്ടിക്കുട്ടികളെ എടുപ്പിച്ച് വെച്ചിട്ട് തട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കടിച്ചു കയറിയിട്ടു. പക്ഷേ എന്റെ പട്ടിക്കുട്ടികൾ പ്രശ്നം ഉണ്ട്. ഗായ്സ് ഗായ്സ് കണ്ടു. ഗായ്സ് കണ്ടു ഒരു പൂച്ചക്കുട്ടി പട്ടിക്കുട്ടി
തോക്കിലുണ്ടായില്ല മോനെ. ഓക്കെ, ഇതാണ് എന്റെ തോക്ക്. ഞാനപ്പോഴും തോക്കിന് പേര് കൊടുത്തിട്ടില്ല. ഹൗ ടു ക്രാഫ്റ്റ് ആൻവിൽ. നോക്ക്, എനിക്ക് വേണം. ഇനി ആൻവിൽ എങ്ങനെയാ ക്രാഫ്റ്റ് ചെയ്യണേ? ഒരു ആൻവിൽ ലൈൻ ബ്ലോക്ക് ഏതാ? അയ്യോ, എന്റെ ലൈൻ ബ്ലോക്ക് ഇല്ലേ. ട്രാപ്പ് ഡോർ പറ്റി എത്ര ആണെങ്കിട്ടിരിക്കല്ലേ, എന്നിട്ടെന്താണ് ട്രാപ്പ് ഡോർ? എവിടെ ഞാൻ എന്റെ ഇൻവെന്ററിയിലാണ് നോക്കണത്. എന്റെ മൂന്നാമത്തെ കേറില്ലേ. ഒരാളിന്റെ സ്പേസില്ല. ചെവി അടിച്ചുകൊണ്ടുണ്ടാവും കൂടെ ഓരോ മാറ്റി വരില്ല. ഞാൻ പറയണ അയ്യോ ക്രോസ്ബോന്റെ പേരൊക്കെ ഞാൻ മാറ്റി ക്രോസ്ബോടെ ഉണ്ട എടുത്തോണ്ട് വന്നു. വെടിയുണ്ട ഉണ്ട ഉണ്ട വെടിയുണ്ട ഉണ്ട ഒരു സ്റ്റാക്ക് എന്റെ ആ ഉണ്ട വന്നിട്ട് നമുക്ക് തോക്ക് ഗതിയാക്കാം. ആ ഗതിയാക്കിയ തോക്ക് ആരെങ്കിലും ഒക്കെ സൂക്ഷിച്ച് ചെയ്യാം. അതിന് മുമ്പായിട്ട് എവനെന്ന് കണ്ടിട്ടുണ്ടേ കണ്ടിക്കാം. അപ്പൊ എപ്പിസോഡ് മൊത്തം ഇങ്ങനെയായിരിക്കും ഗൈസ്. സീനല്ലേ It's too far. 24 മിനിറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാൻ. സ്ഥലമുള്ള വെട്ടിയതാണ്. സാധനങ്ങളൊക്കെ നമുക്ക് കയറ്റിക്കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ സോർട്ട് ചെയ്യും. എന്തൊരു പച്ചിപ്പാട് വരും. ഇങ്ങനെ തന്നെ എടുത്ത് സോർട്ട് ചെയ്യും. ഞാനിങ്ങനെ സോർട്ട് ചെയ്യില്ല. Don't like it. ഇതാണ് ഇപ്പൊ എന്റെ മെയിനായിട്ട് ഈ 3 സാധനങ്ങൾ എനിക്ക് എന്റെ ഉണ്ടാവും.
സുന്ദരി പൂച്ചേ. എന്റെ വീട്ടിൽ ഇങ്ങനെ ഈ കളറിലൊരു പൂച്ചയുണ്ട് കോടിയില്. ആ പൂച്ചക്ക് ഞാൻ ഇട്ടേക്കണ പേര് സുന്ദരി. സുന്ദരി പൂച്ച. ഓ സുന്ദരി. റോക്കിന്റെ അടുത്തുണ്ടറച്ചു സുന്ദരി. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. ഓക്കെ പോകാൻ പറ്റും. എന്റെ അയൺ ഫോർം ഇപ്പോഴും നല്ല കറക്റ്റ് ആയിട്ട് വർക്കാവും. ഈ വില്ലേജർമാരെ സെൻസർ ഉണ്ടാക്കിയത് അത് കുറച്ചു നേരം ബ്രേക്ക് ആയിട്ട് പിന്നെ അത് റെഡി ആയിക്കോളൂ അല്ലേ? അല്ലേടാ വില്ലേജർ മണ്ടന്മാരെ കൊള്ളാത്ത നിന്റെയൊക്കെ സഹായിക്കും. പൂച്ചാണ്ടി, മിസ്റ്റർ പൂച്ചാണ്ടി, പൂച്ചാണ്ടി കുട്ടി എന്തൊരു പനാച്ചി, മിസ്റ്റർ പനാച്ചി, പനാച്ചി പനാച്ചി കിളവ. അച്ഛനും മകളെ അങ്ങ് തട്ടട്ടാ. അച്ഛനും മകളെ അങ്ങ് തട്ടിട്ട് നോക്കുവാ ഇന്നത്തെ എപ്പിസോഡിലാണ്. അച്ഛനും മകളെ തട്ടണം. ഒറ്റ നീ ഇൻവിസിബിൾ പോയപ്പോ കുടിക്കും ഇല്ലടാ. നമ്മുടെ എപ്പിസോഡിന്റെ ഔട്ട്രോ. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ. ബൈ ബൈ ഗുഡ് ബൈ ഗയാ.